Hello, Assalamualaikum. Welcome back. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതുമാത്രമല്ല ചൈന ഗ്രാസോ ജെലാറ്റിനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ലെയർ പുഡിങ്ങാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഇത് നമുക്ക് ഞാനിപ്പോൾ ഇത് ബ്രെഡാണ് ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. ബ്രെഡ് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. പാലിലാണ് നമ്മൾ സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് കണ്ടൻസ് മിൽക്കും ആ രീതിയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു 5 രൂപ പാക്കറ്റ് ബൂസ്റ്റ് പൗഡർ കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബൂസ്റ്റ് പൗഡർ ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൈനാപ്പിളും കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാനിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ടോട്ടലി ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൈനാപ്പിൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് തന്നെ ഇത് കുക്കായിട്ട് വരണം. അതുവരെ ഇത് വഴറ്റിയെടുക്കുക. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അബ്സോർബായിട്ട് കിട്ടണം. അപ്പോൾ അത്രയും നേരം വഴറ്റിയെടുത്ത ശേഷം നമുക്കതിന് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ റൗണ്ടിലുള്ള മോൾഡിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് ഇതുപോലെ 2 മോൾഡിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു പൈനാപ്പിൾ കംപ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇതുപോലെ 2 ട്രേ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഒറ്റ ട്രേ ഒക്കെ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു മിൽക്ക് സിറപ്പ് വെച്ചിട്ട് ഈ ഒരു ബ്രെഡ് നമുക്ക് സോക്ക് ചെയ്തിട്ടെടുക്കാം. 2 പാത്രത്തിലുള്ള ബ്രെഡും ഇതുപോലെ മിൽക്ക് സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ബൂസ്റ്റ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ പിസ്തയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സ്ട്രോബെറി എസൻസ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഈ മിൽക്കൊന്ന് സോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള പൈനാപ്പിൾ ഇതുപോലെ അതിൻ്റെ സെൻട്രലായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പകുതി ഇതിലേക്കും പകുതി. ശരിക്കും ചൂടാറിയിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടൊരു ലെയർ നമ്മൾ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ സെറ്റാക്കി എടുത്ത ശേഷം ആ ലെയർ ഉണ്ടാക്കി ഉടനെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ പൈനാപ്പിൾ 2ലും കംപ്ലീറ്റ് ആയിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മുകൾക്ക് വേണ്ടിയിട്ടുള്ള ലെയർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ്, 2 പാക്കറ്റ് പാൽ, മിൽമയുടെ 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 6 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാൽ ചൂടാവുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് കട്ടില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്താൽ മതി കേട്ടോ പാൽ. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് കട്ടില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ 6 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ്. വാനില ഫ്ലേവർ എല്ലാം പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അതിൽ എസൻസ് ചേർത്ത്, ചിലത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ പല ഫ്ലേവറിലുള്ളതും കിട്ടും. ഇത് വനില ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. ഇതുപോലെ കട്ടില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പാല് ചൂടാവാനായിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലും അതിൻ്റെ ഇടയിൽ ചൂടായി വന്നോളും. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ 1 ലിറ്ററാണ് പാല്. അപ്പോൾ 1/2 ലിറ്ററിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. 1 ലിറ്ററിലേക്ക് 6 ടേബിൾ സ്പൂൺ, അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എത്രയാണോ വേണ്ടത് ടേസ്റ്റിനനുസരിച്ച് അതെല്ലാം കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. കണ്ടൻസ് മിൽക്ക് ചേർത്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒന്നെങ്കിൽ അര കപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം, ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തവി കണ്ടൻസ് മിൽക്ക് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ മുകളിലായിട്ട് വരും കേട്ടോ. പിന്നെ ബാക്കി ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. പുഡിങ്ങിലാവുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇത് പാലൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളെ കസ്റ്റാർഡ് മിക്സ് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കുത്തും, പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുത്ത ശേഷം. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഏതിലാണോ ഒഴിച്ചു കൊടുക്കുന്ന ആ മോൾഡിലേക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുകയും വേണം. ഒരു 2-3 മിനിറ്റുകൊണ്ടുള്ളിൽ തന്നെ ഇത് സെറ്റായി വരും. അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് ബബിൾസ് വരുന്ന ഒരു സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇപ്പം തന്നെ നല്ല തിക്കായിട്ട് വന്നത്, അത് അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല തിക്കാവും. പിന്നെ നമ്മൾ അതിന് അടുത്തൊന്നും പോവരുത്, അപ്പോൾ കട്ട കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഏത് ഇതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ മുകളിലായിട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. സെയിം ആ ഒരു വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് മിക്സ് തന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. കറക്റ്റ് അളവായാൽ മാത്രം മതി. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ചുമ്മാ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ട അതേ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ആ ഒരു ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് തന്നെ ഏകദേശം ഒന്നും ഇങ്ങനെ പെട്ടെന്ന് തന്നെ സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ ചെയ്യണത്. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, തിളപ്പിച്ച ഉടനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ലെങ്കിൽ ആ പാത്രത്തിൽ കിടന്നിട്ട് തന്നെ അത് സെറ്റാവും. പിന്നെ നമുക്കിതുപോലെ കറക്റ്റ് ലെവലായിട്ടൊന്നും കിട്ടൂല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും. എല്ലാവിധ നട്ട്സും കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊരു 4-5 മണിക്കൂർ സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ബ്രെഡ് യൂസ് ചെയ്തു. അപ്പോൾ ആ ബ്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചാലും മതി കേട്ടോ. കേക്ക് ആകുമ്പോൾ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. ഇതന്നെ നല്ല ടേസ്റ്റാണ്. കേക്ക് കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രെഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ 3 ലെയറും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല 3 ലെയറായിട്ടുള്ള നല്ല അടിപൊളി പുഡിങ്. ഇതിൻ്റെ ഇടയിൽ ആ ഒരു ബൈറ്റിന് വേണ്ടിയിട്ട് ആ ഒരു പൈനാപ്പിൾ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്